നമസ്കാരം, ബിഗ് ടി ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ക്ഷേത്രത്തിലെ പൂരം വിവാദത്തിൽ. ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന കുടമാറ്റമാണ് വിവാദമായിരിക്കുന്നത്. പൂരത്തിന്റെ ഭാഗമായി നടന്ന കുടമാറ്റത്തിൽ നവോത്ഥാന നായകരുടെ ചിത്രങ്ങൾക്കൊപ്പം RSS സ്ഥാപക നേതാവ് ഹെഡ്ഗേവാറിന്റെ ചിത്രവും ഉയർത്തിയിരുന്നു. ഇതാണ് ഇപ്പോൾ വിവാദത്തിൽ കലാശിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. CMRL എക്സാലോജിക് ഇടപാടിൽ SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. വീണ വിജയൻ ഉൾപ്പെടെയുള്ള പ്രതിസ്ഥാനത്തുള്ളവർക്ക് സമൻസ് അയക്കുന്ന നടപടികളും സ്റ്റേ ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ വാദം കേൾക്കാതെയാണ് റിപ്പോർട്ടിൽ തുടർ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയതെന്ന CMRLന്റെ ഹർജി പരിഗണിച്ചാണ് ഈ നടപടി. ദിവ്യ എസ് അയ്യർക്ക് വീഴ്ച പറ്റിയെന്ന ഭർത്താവും കോൺഗ്രസ് നേതാവുമായ KS ശബരിനാഥൻ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാജേഷിനെ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി തിരഞ്ഞെടുത്തതിന് ദിവ്യ എസ് അയ്യർ അഭിനന്ദിച്ചിരുന്നു. ഇതിനെതിരെയാണ് ശബരിനാഥ് രംഗത്തെത്തിയിരിക്കുന്നത്. സർക്കാരിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന വ്യക്തിയാണ് ദിവ്യ. രാഷ്ട്രീയ നിയമനം ലഭിച്ച വ്യക്തിയെ അഭിനന്ദിച്ചത് സദുദ്ദേശത്തോടെയാണെങ്കിലും അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്. സർക്കാർ പദ്ധതികൾക്കൊപ്പം നിൽക്കുക എന്നതാണ് ഉദ്യോഗസ്ഥരുടെ ധർമ്മമെന്നും ശബരിനാഥൻ വ്യക്തമാക്കി. മുനമ്പം വിഷയത്തിൽ ഇപ്പോഴും ആശങ്കകൾക്ക് പൂർണ്ണമായ പരിഹാരം ലഭിച്ചില്ലെന്ന് സിറോ മലബാർ സഭ. ഇത് വളരെയധികം ആശങ്കകൾക്കും ബുദ്ധിമുട്ടുകൾക്കും കാരണമാകുന്നു എന്ന് ഫാദർ ആന്റണി വടക്കേക്കര മാധ്യമങ്ങളോട് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തനിക്കെതിരെയുള്ള CBI അന്വേഷണ ഉത്തരവിൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും KM എബ്രഹാം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ കൊണ്ട് ഗൂഢാലോചന അന്വേഷിപ്പിക്കണം. താൻ സ്ഥാനത്ത് തുടരണോ എന്നുള്ളത് മുഖ്യമന്ത്രി തീരുമാനിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്കെതിരെയുള്ള നീക്കങ്ങളുടെ ലക്ഷ്യമെന്നും എബ്രഹാം മുഖ്യമന്ത്രി പിണറായി വിജയൻ അയച്ച കത്തിൽ പറയുന്നു. ദിവ്യ ജോണി മരിച്ച നിലയിൽ. സ്വന്തം കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കിക്കൊന്ന അമ്മ. ഇങ്ങനെയായിരുന്നു ദിവ്യ ജോണിയെ ലോകമറിഞ്ഞത്. എന്നാൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ മനസ്സിന്റെ നിയന്ത്രണം തകർത്തു എന്ന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ചികിത്സയിലൂടെ സ്വന്തം ജീവിതം തിരിച്ചുപിടിക്കാൻ ഒരുങ്ങവെയാണ് രണ്ടാമതും ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. ചികിത്സ കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷമാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത്. വാട്സാപ്പിൽ വരുന്ന എല്ലാ ഫോട്ടോയും തുറന്നു നോക്കുന്നതിന് മുമ്പ് ഒന്ന് സൂക്ഷിക്കുക. കാരണം ഫോൺ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് മുന്നറിയിപ്പുമായി കേരള പോലീസ് എത്തിയിരിക്കുകയാണ്. വാട്സാപ്പ് വഴി വരുന്ന ഫോട്ടോ തുറന്നു കഴിഞ്ഞാൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് കേരള പോലീസിന്റെ പുതിയ മുന്നറിയിപ്പ്. ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് കേരള പോലീസ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയിരിക്കുന്നത്. തട്ടിപ്പിന്റെ തുടക്കം ഇങ്ങനെയാണ്. ആദ്യം നിങ്ങളുടെ വാട്സാപ്പിലേക്ക് ഒരു ചിത്രം അയക്കും. ഒറ്റ നോട്ടത്തിൽ ഇതൊരു സാധാരണ ചിത്രമാണെന്നേ തോന്നും. ഇത് തുറക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബാങ്കിംഗ് വിശദാംശങ്ങൾ, പാസ്വേഡുകൾ, OTPകൾ, UPI വിവരങ്ങൾ എന്നിവ മനസ്സിലാക്കാനും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ഫോൺ നിയന്ത്രിക്കാനും വേണ്ടിയുള്ള മാൽവെയറുകളാണ് ഒളിഞ്ഞിരിക്കുന്നത്. ബ്ലോഗർ തൊപ്പിക്കെതിരെ വീണ്ടും കേസ്. വടകര പോലീസാണ് കേസ് എടുത്തിരിക്കുന്നത്. 5 മണിക്കൂറോളം കസ്റ്റഡിയിൽ വച്ച ശേഷമാണ് തൊപ്പിയെയും 2 സുഹൃത്തുക്കളെയും വടകര പോലീസ് വിട്ടയച്ചത്. സ്വകാര്യ ബസ് ജീവനക്കാരുമായുള്ള വാക്കേറ്റത്തിനിടെയാണ് സംഭവം. കാറിൽ പോകുകയായിരുന്ന തൊപ്പി എന്ന മുഹമ്മദ് നിഹാലും സുഹൃത്തുക്കളും ഇവർ സഞ്ചരിച്ചിരുന്ന കാർ സ്വകാര്യ ബസ്സുമായി ഉരസിയിരുന്നു. തുടർന്ന് ഇവർ ബസ്സിനെ പിന്തുടർന്ന് വടകര ബസ് സ്റ്റാൻഡിലെത്തി. പിന്നീട് അവിടുത്തെ ജീവനക്കാരുമായി വാക്കേറ്റമുണ്ടായി. ഇതിനിടെയാണ് തൊപ്പി ജീവനക്കാർക്ക് നേരെ തോക്ക് ചൂണ്ടുന്നത്. പിന്നീട് കാറുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച ഇവരെ ജീവനക്കാരാണ് പോലീസിനെ ഏൽപ്പിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ബസ്തർ മേഖലയിൽ ഏറ്റുമുട്ടലിനിടെ സുരക്ഷാ സേന 2 മാവോയിസ്റ്റുകളെ വധിച്ചു. ഈസ്റ്റ് ബസ്റ്റർ ഡിവിഷനിലെ മാവോയിസ്റ്റ് കമാൻഡർ ഹൽദാർ, ഏരിയ കമാൻഡ് അംഗം രാമി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇവർക്കായി സർക്കാർ 13 ലക്ഷം രൂപയുടെ ഇനാം പ്രഖ്യാപിച്ചിരുന്നു. AK-47 റൈഫിൾ, സ്ഫോടക വസ്തുക്കൾ എന്നിവ കൊല്ലപ്പെട്ടവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ചൈനയ്ക്ക് മേലുള്ള തിരിച്ചടി തീരുവ വീണ്ടും ഉയർത്തി ട്രംപ്. 245% അമേരിക്ക തീരുവ ഉയർത്തിയിരിക്കുന്നത്. ചൈനയുടെ പകരച്ചുങ്കത്തിനും വ്യാപാര നീക്കങ്ങൾക്കും തിരിച്ചടിയായാണ് അമേരിക്കയുടെ ഈ നടപടി. ചൈനയുടെ പ്രതികാര നടപടികളാണ് തീരുവ ഉയർത്താൻ കാരണമായത്. ചർച്ചകൾക്കും വ്യാപാര ഉടമ്പടികൾക്കും തയ്യാറാകേണ്ടത് ചൈനയായിരുന്നു. ഇനി പന്ത് ചൈനയുടെ കോർട്ടിലാണെന്നാണ് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുന്നത്.